നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. മോരുകറിയാണ് ഇന്നുണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള മോരുകറി. മോരുകറി ഉണ്ടാക്കുമ്പോൾ അതൊട്ടും പിരിഞ്ഞു പോകാതിരിക്കാനും പിന്നെ അത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടാനും ഒക്കെയുള്ള കുറച്ച് ടിപ്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ഇവിടെ ഞാൻ ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് തൈര്. മോരുകറിയുടെ പുളി ഒത്തിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ടേസ്റ്റ് കുറഞ്ഞു പോകും. ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് പുളി ഉണ്ട് ഇതിന്. പിന്നെ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് കാന്താരിമുളക് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു 10 കാന്താരിമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കാന്താരിമുളക് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കണം. നല്ല ജീരകം, അതായത് ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ആ ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പിൽ പറഞ്ഞാൽ ഒരു 3/4 കപ്പിനടുത്ത് തേങ്ങ ചിരകിയത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇത് നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ വേണം ഇവിടെ ചേർക്കാൻ. കാരണം നമ്മൾ ഇതിന് തിളപ്പിക്കില്ല, ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ മോരുകറിയുടെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കണം. ഇത് തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ചാൽ മോരുകറി പിരിഞ്ഞു പോകും. ഒരു 1.5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇതിൻ്റെ വശങ്ങളിലൊക്കെ ആവി കണ്ടു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം കൂടി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മോരുകറി പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തുടക്കത്തിൽ ഉപ്പ് ചേർത്താലും മോരുകറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കുമ്പോഴാണ് മോരുകറി ശരിക്കും മോരുകറിയാവുന്നത്. അപ്പം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 6-7 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് കീറിയത്, ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കൂടുതൽ കരിഞ്ഞു പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ മോരുകറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് വിളമ്പുന്നതിന് കുറച്ച് മുന്നേ തന്നെ മോരുകറി റെഡിയാക്കി വെക്കണം. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.